ഭഗവാനെ, ഈ കള്ളത്തരം കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്തോ. എന്നെ അവനെ തല്ലി ഇറക്കുമെന്ന് ദൈവത്തിനറിയാം. വിജിതേ, വിജിതേ, വാതിൽ തുറക്കും വിജിതേ. എന്താ പെട്ടെന്നിങ്ങ് പോന്നത്? എന്താ നിങ്ങൾ നോക്കുന്നേ? ഇവിടേക്ക് ആരെങ്കിലും വന്നായിരുന്നോ? വന്നെന്ന് പറഞ്ഞോ? ആരെങ്കിലും അങ്ങനെ പറഞ്ഞോന്ന്? ആരും പറഞ്ഞൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നി. ആ സംശയത്തിന്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ ഇല്ലാത്തൊരു കാരണം പറഞ്ഞ് പുറത്തേക്ക് പോയത്. സത്യത്തിൽ നിങ്ങൾ കൃഷി ഓഫീസിലേക്ക് തന്നെയാണോ പോയത്? അങ്ങോട്ട് തന്നെയാ പോയത്. പകുതി വഴിക്ക് ചെന്നപ്പോഴാ പേഴ്സ് എടുത്തില്ലെന്ന് ഓർത്തത്. പിന്നെ തിരിച്ചു വരികയായിരുന്നു. പേഴ്സാണോ ബാത്റൂമിലും കട്ടിലടിയിലൊക്കെ നോക്കിയത്? അല്ല, പേഴ്സ് എടുത്തിട്ട് എന്താ കാര്യം? അതിനകത്ത് എന്തോന്ന് ഇരിക്കുന്നു? മീൻ വാങ്ങാനും ഫ്രൂട്ട്സ് വാങ്ങാനും എന്റെ ബാഗിൽ നിന്ന് ക്യാഷ് എടുത്തോളാനല്ലേ ഞാൻ പറഞ്ഞത്. അതെടുത്തോണ്ടല്ലേ പോയത്. പിന്നെന്തിനാ പേഴ്സ്? അത് പിന്നെ വെറുതെ കള്ളങ്ങൾ പറയണ്ട. അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് പോലും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് എന്നെ സംശയമുണ്ടോ? എന്താ ഒന്നും പറയാത്തെ? ഓ, ഇനി ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഭാര്യയുടെ കള്ളക്കാമുകനെ പിടിക്കാനല്ലേ പാഞ്ഞെത്തിയത്. നിന്റെ സംസാരവും പെരുമാറ്റവും കണ്ട ആരും സംശയിച്ചു പോകും വിജിതേ. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? പൊയ്ക്കൂടെ? ചെലവിന് തരാൻ കഴിവില്ലാത്ത ഭർത്താവേ കൂടെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഒരുപോലെയാ. ഒരുപാട് കപ്പ നട്ടു, അതിന്റെ വേരല്ലാതെ ഒരു കപ്പയെങ്കിലും നിങ്ങൾക്ക് പിഴുതെടുക്കാൻ പറ്റിയോ? മരത്തലയന്മാരും മണ്ണിലിറങ്ങിയ അതായിരിക്കും ഫലം. ഞാൻ എൻട്രൻസ് എഴുതി പാസ്സായ ഡോക്ടറാണ്. അതും മരത്തലേനായതുകൊണ്ടല്ല. ആഹാ, അതുകൊണ്ട് എന്താ പ്രയോജനം? ഓരോരുത്തർ ഡോക്ടർ ആവുന്നതേ രോഗികളെ ചികിത്സിക്കാനാ, അല്ലാതെ രോഗം കൂട്ടാനല്ല, രോഗികളെ കൊല്ലാനല്ല. ഓടി വന്നിരിക്കാ മുറിക്കകത്ത് ആളുണ്ടെന്നും പറഞ്ഞു. ഒന്നുകൂടെ എല്ലായിടവും നോക്ക്. ചെലപ്പോ ഇതിനകത്ത് കയറിയവനെ എവിടെയെങ്കിലും പറ്റി പിടിച്ചിരിപ്പുണ്ടാവും. സോറി. അനാവശ്യം കാണിച്ചിട്ട് അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. കൃഷി ഓഫീസിലേക്ക് പോകുന്നുണ്ടെങ്കിലേ അവിടെ ചെല്ലുമ്പോ ഒരാളുണ്ട്, കാർത്തുവിന്റെ ഭർത്താവ് അരുൺ. കൃഷി ഓഫീസറുടെ കാല് കഴുകി നിങ്ങൾ വെള്ളം കുടിക്കണം. അവളൊരു അനാഥ പെണ്ണായിരുന്നു. എന്നിട്ട് എത്ര അന്തസ്സായിട്ട് അങ്ങേരെ അവളെ നോക്കുന്നേ. പൊന്നു പോലെ കൊണ്ടു നടക്കുക. ഇവിടെ പൊന്നി മുങ്ങിയൊരുത്തി ഭാര്യയായി വന്നിട്ട് ഇപ്പൊ അവള് മുക്കുപണ്ടം. ഒന്നും പറയാതെ പോവാണോ? നിന്നെ നന്നായി മനസ്സിലാക്കിയ ഭാര്യയാടാ ഞാൻ. അതുകൊണ്ട് ഇനി നിന്റെ അടവൊന്നും ഇവിടെ വേവില്ല. എന്തായി മോനെ, ദീപൻ മുറിയിലുണ്ടോ? ഇല്ല. ദീപേട്ടൻ സംശയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. അയാള് പോയിട്ട് തിരിച്ചു വന്നു. എടി, അതുകൊണ്ട് ഈ മുറിയിൽ ഇരിക്കാന്ന് ഞാൻ പറഞ്ഞത്.
ഭാഗ്യത്തിന് ദീപേട്ടന്റെ തല മസാജ് ചെയ്യാൻ എന്നെ എടുക്കാൻ പോയപ്പോ ജനാലെ കൂടെ അയാൾ വരുന്നത് ഞാൻ കണ്ടു. അല്ലെങ്കിൽ ഇന്ന് പിടിക്കപ്പെട്ടേനെ. എടീ, ഉണ്ണി ഇങ്ങനെ സംശയിക്കുമ്പോ നീ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് ശരിയാണോ വിജിതെ? ശരിയും തെറ്റൊന്നും ഞാൻ നോക്കുന്നില്ല. എനിക്ക് ദീപേട്ടനെ കാണാനൊരു അവസരം വന്നാ ഞാൻ വിളിക്കും. എന്നിട്ട് അവൻ പോയോ? ആ, പോയി. എടീ, കൃഷി ഓഫീസിലേക്കൊന്നും അവൻ പോകത്തില്ല. അവൻ വീണ്ടും തിരിച്ചു വരും. അതുകൊണ്ടേ ഞാൻ പോവാ. അല്ല, അപ്പൊ മസാജ് ചെയ്യണ്ടേ? നിന്റെ ഒരു മസാജ്. ഇനിയിപ്പോ താഴോട്ടിറങ്ങുമ്പോ വേറൊരുത്തി ഉണ്ടല്ലോ അവിടെ. ഇനിയിപ്പോ അവര് കാണോ എന്തോ. അവര് കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. അവരുടെ നാവിന് പൊങ്ങത്തൊന്നുമില്ല. എന്തായാലും ഇനി കാണണമെന്നുണ്ടെങ്കിൽ രാത്രി വന്നോളാം. അല്ലാണ്ട് പകലുള്ള ഈ വരവ് വേണ്ട. ദീപേട്ട ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, അതിനു മുമ്പ് പോവാണോ? ഇടി, ഇനി അവന്റെ മുമ്പിൽ ചെന്ന് ചാടിയില്ല നീ പഠിക്കത്തുള്ളൂ. അവനും ഞാനും കൂടി മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ തല്ലു വരെ നടക്കും. അങ്ങനെ തല്ല് നടക്കുവാണെങ്കിൽ അയാളെ തല്ലി ശരിപ്പെടുത്തണം. അതിന്റെയൊക്കെ ആവശ്യം എന്താ? ഇടി, നിനക്ക് നിന്നെ ഒന്ന് നിയന്ത്രിച്ചൂടെ? ഏത് സമയം പ്രസവം നടക്കും, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്റെ ഡെലിവറി നടക്കുമ്പോ ദീപേട്ടൻ എന്റെ അരികിൽ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇപ്പോഴേ അവൻ നിന്നെ സഹിക്കുന്നതേ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അവന്റെ ആണെന്നുള്ള വിശ്വാസം കൊണ്ടാ. ആ വിശ്വാസം മിക്കവാറും തെറ്റും. അങ്ങേരെ ഒരു ഡോക്ടറാ. സംശയം ബലപ്പെട്ട കുഞ്ഞ് അങ്ങേരുടേതല്ലെന്ന് അങ്ങേർക്ക് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. നേരത്തെ ഉണ്ണിയേട്ടൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞതാ അങ്ങേർക്ക് കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണെന്ന്. അതിനുശേഷമല്ലേ ഞാൻ ദീപേട്ടനുമായിട്ട് അടുത്തത്. എന്നിട്ട് പിന്നെ എനിക്ക് വിശേഷം ഉണ്ടായപ്പോ അയാളുടെ കുഴപ്പം അയാള് മറന്നു. ഇപ്പോ ഡോക്ടർക്ക് തെറ്റിയെന്നും പറഞ്ഞ് നടക്കുക. എങ്ങനെയെങ്കിലും തലേന്നൊന്ന് ഒഴിഞ്ഞു പോയി കിട്ടിയാ മതിയായിരുന്നു. അവൻ നിന്നെ കളഞ്ഞിട്ട് പോയാലും നീ എന്റെ തലയിലിരിക്കില്ല. പിന്നെ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ വേണ്ടേ? ഉണ്ണിയെ അച്ഛനാക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീയേ അതിന് പറ്റിയ വേറെ ആരെങ്കിലും കണ്ടെത്തണം. എടി, ഞാൻ അതിന് നിന്ന് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടക്കത്തുള്ളൂ. പിന്നെ നിന്നോട് ഞാനിപ്പോ കുറച്ച് അലിവ് കാട്ടുന്നുണ്ട്. ദയവ് ചെയ്ത് അതില്ലാണ്ടാക്കരുത്. ദീപേട്ടാ പോവാണോ? അല്ലടി, പിന്നെ ഞാനിവിടെ താമസിക്കണോ? ഒരു ജ്യൂസ് പോലും കുടിച്ചില്ലല്ലോ ദീപേട്ടൻ. എന്റെ അമ്മോ, ഇവിടുന്ന് എനിക്ക് ഒന്നും വേണ്ട. പുറത്തോട്ടിറങ്ങി എനിക്കൊരു ജ്യൂസ് കുടിക്കാവുന്നല്ലേ ഉള്ളൂ. നീ ഇവിടെ ഉണ്ടായിരുന്നോ ദീപ? നിങ്ങളല്ലേ നിങ്ങളുടെ അനന്തരവനെ വിളിച്ചു വരുത്തിയത്? ഞാനോ? ഓ, അവർക്കിപ്പോ ഒന്നും അറിയില്ല. കാണാത്തേം കേൾക്കാത്തേം കാര്യങ്ങളൊന്നും പറയല്ലേ മോളെ. ദീപൻ ഇവിടെ വന്നത് ഞാൻ കണ്ടില്ല. കണ്ടില്ലെന്നാ ഞങ്ങളും കരുതിയത്. പക്ഷേ ഇത്തരം കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് പിന്നിലുണ്ട് കണ്ണ്. ഉണ്ണിയും വന്ന് എന്നെ ചോദ്യം ചെയ്തു. അപ്പോഴും ഞാൻ പറഞ്ഞ ദീപൻ ഇവിടെ വന്നില്ലെന്നാ. ഇനിയോ മരവും പറഞ്ഞു കൊടുക്കണേ ഞാൻ വന്നെന്ന്. ഞാനൊന്നും പറയാൻ പോകുന്നില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. ഇവര് പറയുന്നത് സത്യമാണെങ്കിൽ അവൻ സംശയിച്ചു തുടങ്ങിയെന്ന് വേണം കരുതാൻ. അയ്യോ, ആണ്. അതവന്റെ സംസാരത്തിൽ അറിയാം. അയാൾക്ക് അങ്ങനെ സംശയിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല. ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ അവൻ പഠിച്ച് ഡോക്ടറായത്? കാണാതെ പഠിച്ച് ഡോക്ടറായിട്ട് എന്താ കാര്യം? അയാള് ഡോക്ടറായി ചികിത്സിച്ച ശേഷമുള്ള കഥകളൊക്കെ അറിയാലോ. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. നിങ്ങളിങ്ങനെ പാത്തും പതുങ്ങിയും കാണുന്നത് വലിയ അപകടമാണ്. അതെപ്പോഴായാലും പിടിക്കപ്പെടും. പിടിക്കുന്നെങ്കി അങ്ങ് പിടിക്കട്ടെ. നിങ്ങളായിട്ട് ആരോടൊന്നും പറയണ്ട. ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്റെ അനന്തരവൻ ഉൾപ്പെടെ സംശയിക്കുന്നതിലേ എനിക്ക് വേദനയുള്ളൂ. മകളെ രക്ഷിക്കാൻ വേണ്ടി ഒരമ്മയ്ക്ക് ഇത്തരം ത്യാഗങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ത്യാഗം ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് മോളെ. ഇതൊക്കെ നാലാൾ അറിഞ്ഞാലേ നാണക്കേടാ. എന്ന് വെച്ച് അറിയാതിരിക്കുവാണോ? എല്ലാവരും അറിഞ്ഞു ഈ വീടിനകത്ത് നടക്കുന്ന കഥ. അത് എന്തുകൊണ്ടാ അറിഞ്ഞത്? നിങ്ങൾ നാട് നീളെ ഓരോന്ന് പാടി നടക്കും. അതിനെപ്പറ്റി എന്നോട് ചോദിക്കുമ്പോ എനിക്ക് പ്ലേറ്റ് മാറ്റേണ്ടി വരുന്നു. നിങ്ങളാണ് പ്രതിന്ന് പറയേണ്ടി വരുന്നു. അതുകൊണ്ടാ അമ്മയുടെ മോളുടെയും കഥകൾ നാട്ടുകാർ അറിയുന്നത്. എനിക്കത് അറിയുന്നതിലൊന്നും വലിയ വിഷമമൊന്നുമില്ല. അതുകൊണ്ട് ഓരോന്ന് പറഞ്ഞു നടന്നാ നാറുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ഇനി ഏതായാലും അവൻ വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് പോവാ. ഇവിടെ എവിടെയെങ്കിലും അവൻ മറിഞ്ഞിരിക്കണമെന്ന് തന്നെ ആർക്കറിയാൻ പറ്റും. മറിഞ്ഞു നിൽക്കുന്നിട്ട് മറിഞ്ഞു നിൽക്കട്ടെ. എടി, അത് നിനക്ക് സന്തോഷമായിരിക്കും. എന്നെനിക്ക് അങ്ങനെയല്ല.
നിന്റെ മുറിയിൽ അവൻ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ ഉണ്ണി കാണാഞ്ഞേ? ആ, അയാൾക്ക് കാഴ്ചശക്തി കുറവാ. മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പോലും കാണുന്നില്ല. ദേ, ചോദ്യം ചോദിച്ച സമയം കളയാതെ നേരത്തെ കാലത്ത് വല്ലതും ഉണ്ടാക്കി വെക്ക്. ചെല്ല്. ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയൊന്ന് കഴിച്ച് സഹായിച്ചാ മതി. ഓ, റാണിയല്ലേ ഓരോന്ന് ഉണ്ടാക്കി വെക്കുന്നേ. ഒന്നിനും രുചിയുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ആ കാർത്തും പവിത്രയും അപ്പച്ചിയൊക്കെ ഉണ്ടായിരുന്നപ്പോ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കായിരുന്നു. ഇപ്പഴെന്താ എല്ലാം കളയുവാന്നോ? വിശപ്പടക്കാൻ എന്തെങ്കിലും കഴിച്ചല്ലേ ഒക്കൂ. ഒരു ഗതികേട്. നിനക്ക് സുഖാണോ കാർത്തു? സുഖാ ഉണ്ണേട്ടാ. ഞാൻ അറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. നിനക്ക് നല്ലൊരു ജീവിതം തന്നെയാ ദൈവം തന്നിരിക്കുന്നത്, നിന്റെ മനസ്സ് പോലെ. നിനക്കെന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഇല്ല, സ്വപ്നം കാണുന്ന പോലെ തോന്നുക എനിക്ക്. ഇത് സ്വപ്നമല്ല, സ്വഭാവത്തോട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. ജീവിതത്തിലുണ്ടായ പരാജയങ്ങളുടെ കാരണം കണ്ടെത്തുക ഇപ്പോ. ശരിയും തെറ്റും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പോ. ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു പോയി. അതിലേറ്റവും വലിയ അബദ്ധം കണ്ണേട്ടൻ ജയിലിലായിരുന്ന സമയത്ത് കാർത്തൂനെയും പവിത്രടത്തെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഉണ്ണേട്ടാ. ഇനി അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കണോ? ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട് ഞങ്ങളെ ദൈവം ശിക്ഷിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. തെറ്റ് മുഴുവൻ ചെയ്തത് വിജിതയാണല്ലേ? ഞാൻ പലതും അറിഞ്ഞു വരികയാണ്. അമ്പലത്തിൽ പോയിട്ട് വരുന്ന കാർത്തൂനോട് എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. ഇനി കാർത്തൂന്റെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണം. ഒരു സമയത്ത് അതിന്റെ വില തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നാ ഇന്ന് അതിന്റെ ശക്തി എത്രയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായി എൻട്രൻസ് എഴുതി MBBS തല ഉയർത്തിപ്പിടിച്ച് പോയെങ്കിൽ അതിന്റെ പിന്നില് കണ്ണേട്ടന്റെയും കാർത്തൂന്റെയും പവിത്രടത്തെയുടെയൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടായിരുന്നു. എന്നാൽ ഡോക്ടറായി വന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ 5 വർഷം അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടും ഫലം ഉണ്ടായില്ല. അതിന്റെ കാരണം നിങ്ങളോടൊക്കെ ഞാൻ കാണിച്ച അവഗണനയും ചതിയും തന്നെ. ഞാനും കണ്ണേട്ടനും പവിത്രയെടുത്തി ഒന്നും ഒരിക്കലും ഉണ്ണേട്ടനെ ശപിച്ചിട്ടില്ല. എന്തിനാ ശപിക്കുന്നത്? എല്ലാം കാണുന്ന ഒരാള് മുകളിലുണ്ടല്ലോ. ആ ശക്തി എല്ലാം അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ സ്വസ്ഥത കിട്ടുമോ? ഇപ്പോ എന്താ ഉണ്ണേട്ടന് സംഭവിച്ചത്?
ഇനി എന്താ സംഭവിക്കാനുള്ളത്? അരുൺ നല്ലവനാ, അതുകൊണ്ടാ ദൈവം എന്നെ ഒഴിവാക്കിയിട്ട് കാർത്തുവിന്റെ സ്വഭാവത്തിന് ചേർന്ന ഒരാളെ കാർത്തുവിന് തന്നത്. ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കറുത്തപാടുണ്ടാകാതിരിക്കാനും ഒരിക്കലും കാർത്തുവിന് കരയേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കാനും ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കാം ഉണ്ണിയേട്ടന് വേണ്ടി. എനിക്ക് ഒരുപാട് സന്തോഷായി എന്നെ കണ്ടപ്പോ സംസാരിച്ചത്, സ്നേഹത്തോടെ പെരുമാറിയത്. കാർത്തുവിന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഈ സമയത്ത് മുഖം തിരിച്ചു പോവുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കാർത്തു ചെയ്തില്ലല്ലോ, അതാണ് എന്റെ സന്തോഷം. തുടങ്ങിയടാ. രണ്ടാളും പേരയ്ക്ക് തന്നെ ഇരിക്കുവാണോ? തുടങ്ങിയടാ. ഞാൻ ഇന്നൊരാളെ വഴിയിൽ വെച്ച് കണ്ടു. ആരാന്ന് പറയാമോ? മോളുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ. അപ്പൊ അതുപോലെ ആരെങ്കിലും ആയിരിക്കുമല്ലോ കണ്ടത്. അങ്ങനെ ഒരാള് തന്നെയാ. എന്റെ കളിക്കൂട്ടുകാരനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആരാ? ആ ജമാലിക്കയുടെ മോനാണോ അനസ്? അനസ് ഗൾഫിലല്ലേ? അല്ല, അവൻ നാട്ടിലുണ്ടെന്ന് പറയുന്നത് കേട്ടു. എന്നാ അനസല്ല. കുട്ടിക്കാലത്ത് ഞാൻ ഏതു നേരവും കളിച്ചും ചിരിച്ചും വഴക്കിട്ട് നടന്നത് ആരുടെ കൂടെയാ കണ്ണേട്ടാ? നോക്കണ്ട, ഉണ്ണേട്ടിനെ തന്നെയാ കണ്ടത്. അവനെ കണ്ടതിന് ഇത്രയും സന്തോഷത്തിന്റെ ആവശ്യമുണ്ടോ? അവനെ ഇതിനു മുമ്പ് മോള് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉണ്ണേട്ടൻ മുഖം തിരിച്ചോണ്ട് പോവുമായിരുന്നു. ഇന്ന് പക്ഷെ അതല്ല സംഭവിച്ചത്. എന്നെ കണ്ടപ്പോ തിരിഞ്ഞു നിന്ന് സംസാരിച്ചു സ്നേഹത്തോടെ. ആഹാ, അവൻ അങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ? എനിക്ക് ഒരുപാട് സന്തോഷായി. എന്നോട് നല്ല രീതിയിൽ പെരുമാറിയതില്, സംസാരിച്ചതില്. എന്നുവെച്ച് പഴയതുപോലുള്ള കൂട്ടൊന്നും വേണ്ട മോളെ. സത്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കി വരുന്നവൻ സ്നേഹം കൂടാൻ വരും. അത് അവന്റെ അടവ് മാത്രമായിട്ട് കണ്ടാൽ മതി. ഇപ്പോ ജീവിക്കാൻ ഒരു മാർഗവുമില്ല. ആ നേരത്ത് അവൻ ഏത് കച്ചിത്തിരുമ്പിലും കയറി പിടിക്കും. എന്ന് വെച്ച് സംസാരിക്കാനായിട്ട് അരികിലേക്ക് വരുമ്പോ മുഖം തിരിച്ചു പോണോ? ഉണ്ണേട്ടനെ കണ്ടപ്പോ എനിക്ക് കഷ്ടാ തോന്നിയത്. മോളുടെ സ്വഭാവം തന്നെ പലപ്പോഴും മോക്ക് വള്ളിയാവുന്നത്. ശത്രുവായിരുന്നവൻ സൗഹൃദം കാട്ടി അടുത്ത് കൂടുന്നത് നല്ലതിനല്ല മോളെ. നല്ലതായാലും ചീത്തയായാലും ഉണ്ണേട്ടൻ ഇനി കണ്ണേട്ടന്റെ അരികിലേക്ക് വരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഉടനെ സംഭവിക്കുന്ന എന്റെ മനസ്സ് പറയുന്നത്. ഞാൻ ഏതായാലും ഈ വിവരം അരുൺ സാറിനോട് പറയട്ടെ. എന്തിനാ എല്ലാരോടും ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നേ? എന്തുണ്ടേലും കണ്ണേട്ടനോട് പറയുന്ന പോലെ എനിക്ക് സാറിനോടും പറയാതിരിക്കാൻ പറ്റില്ല. കാർത്തൂന്റെ മുഖത്തെ സന്തോഷം നോക്കിയോ പപ്പ? വേറെ വല്ല പെൺകുട്ടികളായിരുന്നെങ്കിൽ അവന്റെ മുഖത്താട്ടിയനെ. എടാ, നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ പവിത്രയും കാർത്തും കൂടെ കരഞ്ഞ കരച്ചില് പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ നേരിട്ട് കണ്ടതാ ഞാൻ, അരുൺ സാറൊക്കെ. അന്നേ അവനവന്റെ മാമന്റെ ഒപ്പം നിന്ന് വെല്ലുവിളിച്ചല്ലാതെ ഒരു സഹായം ചെയ്തിട്ടില്ല. പിന്നെ പവിത്രയും കാർത്തൂനെയൊക്കെ സുധാമണി അവളുടെ മോളോട് ചേർന്ന് കഷ്ടപ്പെടുത്തിയപ്പോ അവിടെയും ഒരു നോക്കുകുത്തിയായിരുന്നു ഉണ്ണി എന്ന ഈ സാധനം. എന്നിട്ടാ അവനൊന്ന് തിരിഞ്ഞു നിന്ന് സംസാരിച്ചത് അവൾ ഇത്ര വലിയ സംഭവമായിട്ട് നമ്മളോടൊക്കെ പറയുന്നത്. അവൻ അടുപ്പം കാണിച്ചു വന്നത് ആത്മാർത്ഥമായിട്ടായിരിക്കുമോ? അതോ നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ അത് അവന്റെ അടവായിരിക്കുമോ? അടവാവാനേ സാധ്യതയുള്ളൂ. ചിലപ്പോ വിജിത പറഞ്ഞു കൊടുത്തായിരിക്കും അങ്ങനെയൊക്കെ പെരുമാറാൻ. ഉണ്ണി അടുപ്പം കാട്ടിയ കാർത്തു പിന്നെ തറവാട്ടിലേക്ക് ചെല്ലുമെന്നേ അവക്കറിയാം. ഇപ്പൊ അരുൺ സാറൊത്ത് കാർത്തു നന്നായിട്ട് ജീവിക്കുന്നതേ വിജിതയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇനി കാർത്തുവിനെ വിളിച്ചു വരുത്തിയിട്ട് അപായപ്പെടുത്തുമെന്നും പറയാൻ പറ്റില്ല. അരുണിനോട് നമ്മുടെ ഭയം പറയാം. അയാൾക്കും കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. എന്ത് വന്നാലും പഠിക്കാത്തത് ആ പോയ കൊച്ചാ. ആ
നാളെ വിജിത സ്നേഹത്തോടെ വന്നിരുന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. ആരെയും വിശ്വസിക്കുന്ന കൂടുതലാ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാർത്തു ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോയല്ലേ? എന്നെ വിളിച്ചതാ. കാലിന്റെ മുട്ടിനൊരു വേദന, അതുകൊണ്ട് ഞാൻ പോയില്ല. തിരിച്ചു വന്നിട്ട് കുഴമ്പിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.